ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മോസ്മൈ ഡി സി. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്ന് പെയിൻറ്റ് ആൻഡ് വാർണിഷിനെ കുറിച്ചുള്ളൊരു ചെറിയ തിയറി ക്ലാസ്സാണ്. ഇതിൻ്റെ ഒരു ക്വിസ് മോഡൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പെയിൻറ്റ് ആൻഡ് വാർണിഷ് ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്ക് നോക്കി പഠിച്ചതിന് ശേഷം ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം ആ ക്വിസ് 25 ക്വസ്റ്റ്യൻ്റെ ഒരു ക്വിസായിരുന്നു, അതൊന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ അനാലിസിസ് പോലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പെയിൻറ്റിൽ പൊതുവെ നമുക്ക് ഇത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: ഇൻഗ്രീഡിയൻറ്റ്, ടൈപ്പ് ഓഫ് പെയിൻറ്റ്, ഡിഫക്ട്സ് ഇൻ പെയിൻറ്റിങ്, പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് പെയിൻറ്റിങ് ഓഫ് വേരിയസ് സർഫസ്, അത് എക്സ്ട്രാ നോട്ടായിട്ട് പഠിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ടൈപ്സ് ഓഫ് പെയിൻറ്റ്, ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിങ്. ഇൻഗ്രീഡിയൻസ് ഒരുവിധം എല്ലാ SSC PSC എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റ് എന്നാണ്. പെയിൻറ്റിന് 6 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ബേസ് എന്ന് പറഞ്ഞാൽ അറിയാം, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളിഡ് പാർട്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റുവൻ്റ് ആണ് ബേസ്. അതിൻ്റെ സോളിഡ് ആണ്, അതാണ് അതിൻ്റെ ബോഡി ഓഫ് പെയിൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വെഹിക്കിൾ, അത് ലിക്വിഡ് ആണ്. അപ്പോൾ ബേസ് സോളിഡ് ആണ്, ലിക്വിഡ് എന്ന് പറയുന്നതാണ് വെഹിക്കിൾ. ഈ ലിക്വിഡ് അത് ഇപ്പോൾ കഴിഞ്ഞ ഡ്രാഫ്റ്റ്മാൻ സിവിലിലും ചോദിച്ചതാണ്. ദ ലിക്വിഡ് കോൺസ്റ്റുവൻ്റ് ഓർ ലിക്വിഡ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് വിച്ച് ഹോൾഡ് അതർ ഇൻഗ്രീഡിയൻസ് ടുഗെദർ, അത് വെഹിക്കിൾ ആണ്. അതർ ഇൻഗ്രീഡിയൻസ് ടുഗെദർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബേസ് ആണോ എന്ന് സംശയിക്കും. പക്ഷേ ലിക്വിഡ് ആണെങ്കിൽ അത് വെഹിക്കിളാണ്. ഈ ലിക്വിഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള വെഹിക്കിളാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഹോൾഡ് ചെയ്യുന്നത്. ബേസ് എന്ന് പറയുന്നത് ബോഡി ഓഫ് പെയിൻ്റ് ആണ്. ഇറ്റ് ഇസ് എ പ്രിൻസിപ്പൽ കോൺസ്റ്റുവൻ്റ്. ഡ്രയർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ചെറിയൊരു കാറ്റലിസ്റ്റ് ആണ്. അതായത് ഡ്രൈയിങ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. കളറിങ് പിഗ്മെൻ്റ് എല്ലാവർക്കും അറിയാം, കളറിന് വേണ്ടിയിട്ടാണ്. ഫില്ലർ എന്ന് പറയുന്നത് അഡീഷണൽ ആണ്, അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡ്യൂറബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഫില്ലേഴ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ സോൾവെൻ്റ് അല്ലെങ്കിൽ തിന്നർ. സോൾവെൻ്റ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ടുണ്ട്. തിന്നർ എന്ന് കേൾക്കുമ്പോൾ അറിയാം പെയിൻറ്റ് നല്ല വിസ്കസ് ആണ്, അതിന് തിന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് തിന്നർ. അതിനെ സോൾവെൻ്റ് എന്നും പറയും. ഇപ്പോൾ തിന്നർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ സോൾവെൻ്റ് എന്ന് കേൾക്കുമ്പോൾ അത് തിന്നർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത്രയാണ് ഓവറോൾ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൽ ഓരോന്നായിട്ട് നോക്കണം, കാരണം അതിനകത്തുനിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ബേസ് നമ്മൾ നേരത്തെ പറഞ്ഞു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, അത് ബോഡി ഓഫ് പെയിൻ്റ് ആണ്, അത് പ്രിൻസിപ്പൽ കോൺസ്റ്റുവൻറ്റും ആണ്. അപ്പോൾ ബേസ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ബേസ് ആണെന്ന് പറയാൻ അറിയാം. ഇനി ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൈറ്റ് ലെഡോ അല്ലെങ്കിൽ റെഡ് ലെഡോ ബേസ് ആണോ, വെഹിക്കിളാണോ, ഡ്രയർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. അതിനായിട്ട് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പഠിക്കാൻ എളുപ്പമാണ്. അതിനകത്ത് വൈറ്റ് എന്ന പേരോ റെഡ് എന്ന പേരോ ഒക്കെ വരും. അതായത് വൈറ്റ് ലെഡ്, സിങ്ക് വൈറ്റ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, റെഡ് ലെഡ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പഠിക്കാതെ നോക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ കളറിങ് പിഗ്മെൻ്റ് ആണോ എന്ന് വിചാരിക്കും. അല്ല, ഇതൊക്കെ ബേസ് ആണ്. വൈറ്റ് ലെഡ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ബേസ്, അത് ലെഡിൻ്റെ കാർബണേറ്റ് ആണ്. റെഡ് ലെഡും ഇതുപോലെ മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിലും വുഡൻ സർഫസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് റെഡ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, വുഡൻ സർഫസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ലെഡ് പെയിൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡ് ലെഡ് ബേസ് ആക്കിക്കൊണ്ടുള്ള പെയിൻ്റാണ്. ഈ റെഡ് ലെഡ് ഓക്സൈഡ് ഓഫ് ലെഡ് ആണ്. വൈറ്റ് ലെഡ് കാർബണേറ്റ് ആയിരുന്നു, ലെഡിൻ്റെ കാർബണേറ്റ് വൈറ്റ് ലെഡും ലെഡിൻ്റെ ഓക്സൈഡ് റെഡ് ലെഡും ആണ്. ലെഡിൻ്റെ ഓക്സൈഡ് റെഡ് ലെഡ് എല്ലാം നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. ലെഡിൻ്റെ ഓക്സൈഡ് ആണ് റെഡ് ലെഡ് എങ്കിൽ സിങ്കിൻ്റെ ഓക്സൈഡ് ആണ് വൈറ്റ്, സിങ്ക് വൈറ്റ്. ഈ സിങ്ക് വൈറ്റ് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ്, ലെസ് ഡ്യൂറബിളും ആണ്. ഇനി ഓക്സൈഡ് ഓഫ് അയൺ യൂസ് ചെയ്യും, അത് ചീപ്പ് ആൻഡ് ഡ്യൂറബിൾ ആണ്. ടൈറ്റാനിയം വൈറ്റ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് നോൺ പോയിസണസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ടൈറ്റാനിയം വൈറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ തിയറിക്ക് പഠിക്കാൻ ഒരുപാട് കാണും നമ്മൾ തിയറിറ്റിക്കൽ എക്സാം എഴുതുമ്പോൾ. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ പോയിന്റ് വൈസ് മാത്രം ഡീപ്പായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം, പക്ഷെ ഡീപ്പായിട്ട് പോയിന്റ് മാത്രം, പെരിഫറലായിട്ട് കുറേ സെൻറ്റൻസുകൾ പഠിക്കരുത്. ടൈറ്റാനിയം അങ്ങനെ ഒരുപാട് ചോദിക്കുകയൊന്നുമില്ല. ടൈറ്റാനിയം വൈറ്റിൽ ചിലപ്പോൾ നോൺ പോയിസണസ് ആയിട്ടുള്ള പെയിൻറ്റ് ഏതാണെന്ന്, ബേസ് ഏതാണെന്ന് ചോദിക്കുക, ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്. അങ്ങനെ ഒത്തിരി ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല, സാധാരണ ബേസ്, വെഹിക്കിൾ, ആ ഇൻഗ്രീഡിയൻസിൻ്റെ പോർഷൻ തന്നെയാണ് ചോദിക്കുക. പിന്നെ ആൻറ്റിമണി വൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് പോലെ തന്നെയാണ്. ഈ ടൈറ്റാനിയം വൈറ്റിൻ്റെ വേറൊരു പേരാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്.
ഇനി ഒരു ബേസ് കൂടെ ഉണ്ട്, അതാണ് ലിത്തോഫോൺ. ലിത്തോഫോൺ എന്ന് പറയുന്ന സംഭവം കേട്ടാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് തോന്നത്തില്ല. അപ്പം അതുകൂടി ഓർത്ത് വയ്ക്കുക. ലിത്തോഫോൺ എന്ന് പറയുന്ന ഒരു ബേസാണ്. അത് സിങ്ക് സൾഫൈഡിൻ്റെയും ബേരിയം സൾഫേറ്റിൻ്റെയും മിക്സ്ചറാണ്. സിങ്ക് സൾഫൈഡും ബേരിയം സൾഫേറ്റും ഇതൊക്കെ നമ്മൾ ഓർത്ത് തന്നെ വെച്ചേ പറ്റുള്ളൂ, ഷോർട്ട് കട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ലെഡിൻ്റെ കാർബണേറ്റ് വൈറ്റ് ലെഡ്, ഓക്സൈഡ് റെഡ് ലെഡ്, ഇത് രണ്ടും ബേസാണ്. അതുപോലെ ഓക്സൈഡ്സ് നോക്കുകയാണെങ്കിൽ ലെഡിൻ്റെ ഓക്സൈഡ് റെഡ് ലെഡ്, സിങ്കിൻ്റെ ഓക്സൈഡ് സിങ്ക് വൈറ്റ്. പിന്നെ ലിത്തോഫോണും ലിത്താർജും, ഇത് രണ്ടും കേൾക്കുമ്പോൾ തിരിഞ്ഞു പോകും പലർക്കും. ലിത്തോഫോൺ എന്ന് പറഞ്ഞ ബേസും ലിത്താർജ് എന്ന് പറഞ്ഞ ഡ്രയറുമാണ്. നമ്മൾ ഡ്രയർ ഇനിയാണ് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രയറാണ് ലിത്താർജ്, പക്ഷെ ലിത്തോഫോൺ ബേസാണ്. ഇനി ലെഡ് പെയിൻറ്റ്സ്, സാധാരണ സ്റ്റീൽ ആൻഡ് അയണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെയിൻറ്റ് ലെഡ് പെയിൻറ്റ്സ് ആണ്. ഇൻ കേസ് ചോദിക്കുകയാണ് ഓപ്ഷനിൽ ലെഡ് പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാം. പക്ഷേ അത് ഫൈനൽ കോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ലെഡ് പെയിൻറ്റ് പെട്ടെന്ന്, കാരണം ലെഡിൻ്റെ ഓക്സൈഡും കാർബണേറ്റും ഒക്കെയാണ് ഉള്ളത്, അപ്പോൾ റിയാക്ഷൻസ് നടക്കും. അതുകൊണ്ട് ഫൈനൽ കോട്ടായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ സാധാരണ സ്റ്റീൽ ആൻഡ് അയണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലെഡ് പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എത്തി. ഇപ്പോൾ ബേസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ബേസ് എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്, ബോഡി ഓഫ് ദി പെയിൻ്റ് ആണ്, പിന്നെ ബേസായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ്, അതിൻ്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസ്, ഇത്രയൊക്കെ തന്നെ പഠിച്ചാൽ മതി. അടുത്ത വർക്കുകൾ ചോദിക്കുമ്പോൾ ലിക്വിഡ് ആണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിനെയും സസ്പെൻഷനിൽ ഹോൾഡ് ചെയ്യുന്ന ലിക്വിഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് വർക്കിൾ. പിന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ വർക്കിളാണ് ലിക്വിഡ്. അത് ലിക്വിഡ് ആയതുകൊണ്ടാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് ഫുൾ സോളിഡ് ആയിട്ടിരുന്നാൽ പറ്റുമോ? ഇല്ല. പിന്നെ വർക്കിളായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പഠിക്കാൻ എല്ലാത്തിലും ഒരു ഓയിൽ കാണും. കാരണം ഇത് ലിക്വിഡ് അല്ലേ, അപ്പോൾ ഓയിൽ കണ്ടന്റ് ആയിട്ട് കാണും. ഇപ്പോൾ ലിൻസീഡ് ഓയിൽ, അത് റോ ലിൻസീഡ് ഓയിലാകും, ബോയിൽഡ് ലിൻസീഡ് ഓയിലാകും. ഏത് ലിൻസീഡ് ഓയിലായാലും അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല. എന്നാലും ലിൻസീഡ് ഓയിൽ, അതുപോലെ പോപ്പി ഓയിൽ, നട്ട് ഓയിൽ, ഇങ്ങനെ ഓയിൽ വരുന്നതൊക്കെ വർക്കിളായിരിക്കും. അടുത്തത് ഡ്രയർ. ഇവിടുത്തെ ഹെഡിങ് പോയി, അത് ഡ്രയർ എന്നാണ് ഹെഡിങ്. അതൊരു കാറ്റലിസ്റ്റ് ആണ്, ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റൻസ്, ഇറ്റ് അബ്സോർബ് ഓക്സിജൻ ഫ്രം എയർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു വെഹിക്കിൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇൻഗ്രീഡിയൻറ്റ് അബ്സോർബ് ഓക്സിജൻ ഫ്രം എയർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു വെഹിക്കിൾ. വെഹിക്കിളും ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ അബ്സോർബ് ചെയ്ത് വെഹിക്കിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രയർ. ലിത്താർജ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രയർ. ഇനി കളറിംഗ് പിഗ്മെൻറ്റ്സ്, അത് കളർ കൊടുക്കാനാണെന്ന് നമുക്കറിയാം. അതിൽ ഏതൊക്കെ കളറിംഗ് പിഗ്മെൻറ്റ്സ് ഏതൊക്കെ കളർ കൊടുക്കുന്നു എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. എളുപ്പമാണ് പഠിക്കാൻ. ബ്ലാക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് പഠിച്ചു വയ്ക്കേണ്ടത്. ബാക്കി എല്ലാത്തിലും ഓരോ ബ്ലാക്ക്, ലാംപ് ബ്ലാക്ക്, ഐവറി ബ്ലാക്ക്, വെജിറ്റബിൾ ബ്ലാക്ക്, അപ്പോൾ അത് ബ്ലാക്ക് ആണെന്ന് നമുക്കറിയാമല്ലോ. ഗ്രാഫൈറ്റും ബ്ലാക്ക് കളറാണെന്ന് നമുക്കറിയാം. ഇനി ബ്ലൂവിൽ ഇൻഡിഗോ മാത്രം പഠിച്ചാൽ മതി, മറ്റത് പ്രൂഷ്യൻ ബ്ലൂ ആണ്. ഇനി ബ്രൗൺ ആണെങ്കിൽ ബേൺഡ് ആംബർ, റോ ആംബർ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ബ്രൗൺ കളർ കൊടുക്കുന്നത് ബേൺഡ് ആംബർ, റോ ആംബർ. ഗ്രീൻ കളറിൽ കോപ്പർ സൾഫേറ്റ് മാത്രം പഠിച്ചാൽ മതി. ക്രോം ഗ്രീൻ നമുക്കറിയാം, ഗ്രീൻ എന്നതിലുണ്ട്. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, +2 പഠിക്കുമ്പോഴേ ഗ്രീന് ഷാഷൊക്കെ കിട്ടുന്നത് കോപ്പർ സൾഫേറ്റ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ ഗ്രീൻ കളറ് കോപ്പർ സൾഫേറ്റ് പഠിച്ചു വയ്ക്കാം. ഇനി റെഡ് ലെഡ് ആണെന്ന് അറിയാം. പിന്നെ യെല്ലോ കളറ് സിങ്ക് ക്രോം, അത് താഴത്തെ പോർഷൻ കിട്ടിയിട്ടില്ല, സോറി. സിങ്ക് ക്രോം എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ. അപ്പോൾ കളറിൽ പഠിച്ചു വയ്ക്കാനുള്ളത് ഗ്രാഫൈറ്റ് ബ്ലാക്ക് ആണെന്ന് ഓർക്കുക, ഇൻഡിഗോ ബ്ലൂ ആണെന്ന് ഓർക്കുക, ആംബർ വരുന്നു കഴിഞ്ഞാൽ അത് ബ്രൗൺ ആണെന്ന് ഓർക്കുക, കോപ്പർ സൾഫേറ്റ് ഗ്രീൻ ആണെന്ന് ഓർക്കുക, സിങ്ക് ക്രോം യെല്ലോ ആണെന്ന് ഓർക്കുക. പിന്നെ ഫില്ലേഴ്സിലൊന്നും അധികം പഠിക്കാനില്ല. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാനും ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളത് സോൾവെൻറ്റ് അഥവാ തിന്നർ. സ്പിരിറ്റും ടർപ്പൻറ്റൈനുമാണ് തിന്നറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പെയിൻറ്റിങ് ചെയ്യുമ്പോഴൊക്കെ ടർപ്പൻറ്റൈനാണല്ലോ ആഡ് ചെയ്യുന്നത്. സ്പിരിറ്റും ടർപ്പൻറ്റൈനും തിന്നർ അഥവാ സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ആ പെയിൻറ്റിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ട് പെയിൻറ്റിങ്ങിന്. നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് അതിൻ്റെ ടൈപ്പ്
ഇൻഗ്രീഡിയൻസ് അതുപോലെ ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റിൽ വരുന്ന ഒരെണ്ണമാണ് ബ്ലിസ്റ്ററിങ്. ആ ബ്ലിസ്റ്ററിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ഇൻഗ്രീഡിയൻറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ പ്രോപ്പർട്ടി ഓഫ് ബ്ലിസ്റ്ററിങ്. എന്നിട്ട് ബേസ് ആണോ ഫില്ലർ ആണോ ഡ്രയർ ആണോ എന്ന് ചോദിച്ചാൽ സോൾവെൻ്റ് ആണ് ആൻസർ. ഇനി ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മതി. ടൈപ്പ് ഓഫ് പെയിൻറ്റ് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. കുറേയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ തന്നെ പറ്റും. ഓയിൽ പെയിൻറ്റ്സ് ഉണ്ട്, എനാമൽ പെയിൻറ്റ്സ് ഉണ്ട്, എമൽഷൻ പെയിൻറ്റ്സ് ഉണ്ട്, സിമെൻറ്റ് പെയിൻറ് ഉണ്ട്. അപ്പോൾ ഈ സിമെൻറ്റ് പെയിൻറ്റിലൊക്കെ അതിൽ സിമെൻറ്റ്, കളേർഡ് സിമെൻറ്റോ വൈറ്റ് സിമെൻറ്റോ ആണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ പേരിന്ന് തന്നെ കണ്ടുപിടിക്കാം. ബിറ്റുമിനസ് പെയിൻറ് ഉണ്ട്, അതിനകത്ത് പെട്രോളിയം, ബിറ്റുമിനോ പെട്രോളിയം അസ്ഫാൾട്ടൊക്കെ വരുമ്പം നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ബിറ്റുമിനസ് പെയിൻ്റ് ആണ്. അതുപോലെ സിന്തറ്റിക് റബ്ബർ പെയിൻറ്റിൽ ഡിസോൾഡ് ക്ലോറിനേറ്റഡ് റബ്ബർ ആയിരിക്കും. അപ്പോൾ റബ്ബർ ഉണ്ടെങ്കിൽ അത് സിന്തറ്റിക് റബ്ബർ പെയിൻ്റ് ആയിരിക്കും. അതുപോലെ സെല്ലുലോസ് പെയിൻറ്റിൽ ഡിസോൾവ് എന്താണ് സെല്ലുലോസ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓർക്കാൻ പാടുള്ളത് ഇനാമൽ പെയിൻറ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലെഡും സിങ്ക് വാർണിഷ്, വൈറ്റ് ലെഡ് അല്ലെങ്കിൽ സിങ്ക് ടു വാർണിഷ് ആണ്. ഇനാമൽ പെയിൻറ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് വൈറ്റ് ലെഡ് ഓർ സിങ്ക് ടു വാർണിഷ്. അത് ഓർമ്മിക്കാൻ പാടാണ്. അതുപോലെ എമൽഷൻ പെയിൻറ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റൈറിൻ അല്ലെങ്കിൽ പോളിവിനൈൽ അസറ്റിലേറ്റ് ആണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴും ഓർമ്മിക്കാൻ പാടാണ്. അതിനകത്ത് പോളിവിനൈൽ പെയിൻറ് എന്നൊന്നും അല്ല അതിൻ്റെ പേര് എമൽഷൻ പെയിൻറ് എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ 1-2 ഒരു ഓയിൽ പെയിൻറ്, എനാമൽ പെയിൻറ്, എമൽഷൻ പെയിൻറ്, ഇത്രയൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പേര് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സിമെൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ബേസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് സിമെൻറ്റ് പെയിൻ്റ് ആവും. അപ്പോൾ ആദ്യത്തെ ഒരു 3 ഓർത്ത് വയ്ക്കുക. അടുത്തത് ഡിഫക്ട്സ് ഇൻ പെയിൻറ്റിങ്. ടൈപ്പ് ഓഫ് പെയിൻറ് അധികം ചോദിക്കാറില്ല, പക്ഷെ ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിങ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ബ്ലിസ്റ്ററിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പെയിൻറ് സർഫസിൽ ബബിൾസ് പെയിൻറ് ചെയ്ത് പോകുമ്പോൾ അതിനിടയ്ക്ക് ബബിൾസ് കയറി വരുന്നതിനാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുക. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലേക്സ് ആയിട്ട് ഇളകി വീഴുന്നു എന്ന് പറയില്ല, അത് തന്നെ. പീലിംഗ് ഓഫ് പെയിൻറ് ഡ്യൂ ടു പുവർ അഡ്ഹഷൻ, അതിനാണ് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ ഡൾ പാച്ചസ് ഡെവലപ്പ് ഓൺ പെയിൻറ്റഡ് സർഫസ്. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ബ്ലൂമിംഗ് എന്ന് പറയുന്നത് പെയിൻറ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ മിസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ബ്ലൂമിംഗ്. അത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ പെയിൻറ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ മിസ്റ്റ് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിഫക്റ്റാണ് ബ്ലൂമിംഗ്. അപ്പോൾ ബ്ലിസ്റ്ററിങ് കഴിഞ്ഞു, ഫ്ലേക്കിംഗ് കഴിഞ്ഞു, ബ്ലൂമിംഗ്. അടുത്ത ഫ്ലാഷിംഗ്, ഗ്ലോസി പാച്ചസ്. അതിപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഒരു മൊബൈൽ ഫോണിലൊരു സർഫസിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ച് പോർഷനിലൊക്കെ ഒരു ഗ്ലേസിങ് കാണില്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോസി പാച്ച് ഫൗണ്ട് ഓൺ പെയിൻറ്റഡ് സർഫസ്. അത് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിലാണ് ഈ ഫ്ലാഷിംഗ് ഉണ്ടാവുക. പിന്നെ ഗ്രിന്നിങ് എന്ന് പറയുന്നത് ഫൈനൽ കോട്ട് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആയിട്ട് കാണും, അതിനെയാണ് ഗ്രിന്നിങ് എന്ന് പറയുന്നത്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ പെയിൻറ് സർഫസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ പെയിൻറ് അതിൽ പറ്റിപ്പിടിക്കില്ല, പെയിൻറ് എന്ത് ചെയ്യും, റൺ ചെയ്യും, അതിനെയാണ് റണ്ണിങ് എന്ന് പറയുന്നത്. ഇനി സാഗിങ് എന്ന് പറഞ്ഞാൽ സാഗിങ്, റിംഗ്ലിങ്, അങ്ങനെ 2 ഉണ്ട്. ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെയിൻറ് തിക്നെസ് കൂടുതലാണെങ്കിൽ അതിന് സാഗിങ് എന്ന് പറയും, റിംഗ്ലിങ് എന്ന് പറയും. വെർട്ടിക്കൽ സർഫസിലാണ് പെയിൻറ്റിൻ്റെ തിക്നെസ് എക്സസീവ് ആവുന്നതെങ്കിൽ സാഗിങ് എന്ന് പറയും. അപ്പോൾ ഈ സാഗിങ്ങും റിംഗ്ലിങ്ങും ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. രണ്ടും പെയിൻറ്റിൻ്റെ തിക്നെസ് എക്സസീവ് ആവുകയാണെങ്കിലാണ് സാഗിങ് വെർട്ടിക്കൽ സർഫസിലും റിംഗ്ലിങ് ഹൊറിസോണ്ടൽ സർഫസിലും. സാപ്പോണിഫിക്കേഷൻ ഓർമ്മിക്കാൻ എളുപ്പമാണ്. എന്താണ്? സോപ്പി പാച്ചസ് വരികയാണെങ്കിൽ സാപ്പോണിഫിക്കേഷൻ. പിന്നെ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് എമൽഷൻ പെയിൻറ് അലോ ദ സർഫസ് ടു ബ്രീത്ത് വൈൽ കണ്ടിന്യൂസ് ടു ഡ്രൈ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ സിമെൻറ്റ് ചെയ്തതിന് ശേഷം സിമെൻറ്റ് സർഫസ് ഒത്തിരി നാൾ കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേഷൻ കഴിഞ്ഞ് ഡ്രൈ ചെയ്തതിന് ശേഷമേ പെയിൻറ് ചെയ്യാവൂ. അപ്പോൾ ചില വർക്കിൽ പെട്ടെന്ന് തീർക്കേണ്ടി വരുന്ന സമയത്ത് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പെയിൻറ്റിൻ്റെ കോട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനോ ഇവിടുന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ ഡ്രൈയിങ് നടക്കില്ല. അങ്ങനെയുള്ള സമയത്ത് എമൽഷൻ പെയിൻറ് നമ്മൾ നേരത്തെ ടൈപ്പ് ഓഫ് പെയിൻറ്റിൽ പഠിച്ചതാണ്. പോളിവിനൈൽ അസറ്റേറ്റ് ഒക്കെ വരുന്ന പെയിൻ്റാണ് എമൽഷൻ പെയിൻറ്. ആ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കൂടെ സിമെൻറ്റിൻ്റെ ഡ്രൈയിങ്ങും നടക്കും. അതുകൊണ്ടാണ് എമൽഷൻ പെയിൻറ്റിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞത്.
അതുപോലെ വുഡൻ സർഫസ് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അതിലെ മോയ്സ്ചർ കണ്ടൻറ്റ് 15%-നെക്കാട്ടിലും കൂടാൻ പാടില്ല. ഇനിയുള്ളതാണ് വാർണിഷ്. വാർണിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെസിൻസും ഡ്രയേഴ്സുമാണ്. ഇവിടെ ടൈപ്പ് ഓഫ് വാർണിഷാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പഠിക്കാൻ എളുപ്പമാണ്. ഷെല്ലാക്ക് ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അത് വാട്ടർ വാർണിഷ് ആവും. ഷെല്ലാക്ക് സ്പിരിറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ അത് സ്പിരിറ്റ് വാർണിഷ് ആവും. ആംബർ ലിൻസീഡ് ഓയിലിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഓയിൽ വാർണിഷ് ആകും. അതുപോലെ ഡിമ്മറോ ഗമ്മോ ഒക്കെ ടർപ്പൻറ്റൈനിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ടർപ്പൻറ്റൈൻ വാർണിഷ് ആവും. അപ്പം ഇത്രയാണ് നമ്മൾ പെയിൻറ്റ് ആൻഡ് വാർണിഷ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പഠിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി പെയിൻറ്റ് ആൻഡ് വാർണിഷിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 100 ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇൻ കേസ് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയാലായി. ചിലപ്പോൾ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നല്ലാതെ വിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയില്ല. അതുകൊണ്ടാണ് ബുക്ക് കൂടെ നോക്കി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പെയിൻറ്റ് ആൻഡ് വാർണിഷ് ഇത്രയും പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിനകത്ത് നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇതുപോലെ ടിമ്പർ, ബ്രിക്ക്, സിമൻറ്റ് അങ്ങനത്തെ കുറച്ച് പോർഷൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഈ ഞാൻ പറയുന്ന ടോപ്പിക് ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം ആ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. ചിലർക്ക് നല്ല ഐക്യു ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ശരിയാവും. അതിനുശേഷം വീണ്ടും ആ ടോപ്പിക് എടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നീട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് റിവിഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ 25 ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിൽ എന്നും കാണും. അപ്പോൾ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് പഠിച്ചാൽ അതും കാണും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.